ഒരു കണ്ണി കേട് വന്നാലോ പിന്നെ അതിന് ചെങ്ങലാന്ന് വിളിക്കാൻ പറ്റില്ല. ഇരുമ്പുകൊണ്ടുള്ളൊരു സാധനം മാത്രമേ ആവൂ. എന്തിനാണോ ആ ചെങ്ങല ഉണ്ടാക്കിയത് ആ കാര്യം നടക്കില്ല. ഇതേപോലെ ആ കുടുംബം ഒരാൾ മതി. ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് ഉയർത്താനും ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് താഴ്ത്താനും ഒരൊറ്റയാളുടെ പ്രവർത്തനം മതി. അതാണ് ഒരു ഫുട്ബോൾ ടീം പോലെ തന്നെ. സെവൻസിലാണെങ്കിൽ 7 ആളുകൾ, 11സിലാണെങ്കിൽ 12 ആളുകൾ. 7 ആളുകൾ കളിക്കുന്ന സമയത്ത് ഒരാൾക്ക് പന്ത് കിട്ടുന്നു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അയാൾ വേറൊരാൾക്ക് പാസ് ചെയ്യുന്നു, അയാൾ വേറൊരാൾക്ക് കൊടുക്കുന്നു, അവസാനം വേറൊരാൾക്ക് കൊടുക്കുന്നു, അയാൾ ഗോളടിക്കുന്നു. അല്ലേ? ആരാ ജയിക്കുക? ഗോളടിച്ച ആളാണോ ജയിക്കുക? ആണോ? ഒരു ടീമാണ് ജയിക്കുക. ഇതാണ് കുടുംബം. അതാണ് മന. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ കുറച്ചു മുമ്പ് മാസങ്ങളായി ഒരു ദിവസം അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞായറാഴ്ച, അവന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അപ്പം ഞായറാഴ്ച അവന് വീട്ടിലുണ്ടാകുന്ന കുറച്ച് മാസങ്ങൾ മാത്രം പ്രായം അവൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവള് വിദൂര വിദ്യാഭ്യാസത്തിന് ചേർന്നതാണ്. ശനിയും ഞായറും മാത്രമാണ് ക്ലാസ്സുള്ളത്. പക്ഷെ ചെറിയ കുഞ്ഞുണ്ടായതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് വരിക എന്നുള്ളത് നടക്കില്ല. ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് വേണം. അപ്പം അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആകെയുള്ള ഒഴിവ് ദിവസം ഒരു ഞായറാഴ്ച ആ കുഞ്ഞിനെയും എടുത്ത് രാവിലെ 9 മണി മുതൽ 4 മണി വരെ ആ വരാന്തയിൽ ഇരിക്കുകയാണ് അവൻ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? മന. മന. നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യന് ഓരോ സമയത്ത് ഓരോരോ അവസ്ഥകളുണ്ട്. അത് തിരിച്ചറിയലുമാണത്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ. അദ്ദേഹം ഈ അടുത്ത് എഴുതിയൊരു കഥയുണ്ട്. ആ കഥ ഒരു അച്ഛനെ കുറിച്ച്. അദ്ദേഹം നല്ല കാലത്ത് ഒരുപാട് അധ്വാനിക്കുന്ന ഒരാൾ, ഗൾഫിലായിരുന്നു ജോലി. അതിൻ്റെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും വീടിനു വേണ്ടിയും ഒരായുസ് ഉരുകിയ മനുഷ്യൻ. പക്ഷെ അവസാനമായപ്പോൾ അയാളെ ആർക്കും വേണ്ട. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു വരുമാന സ്രോതസ്സല്ല, പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളല്ല. അതോടുകൂടി അയാളെ ആർക്കും വേണ്ട. അയാളെ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. മക്കളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് പറയുന്ന സ്റ്റോറിയാണ്. ആ കഥയുടെ അവസാനം ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഴുതുന്നത് ഇങ്ങനെയാണ്. വല്ലാത്തൊരു വരിയ. ഈ ഭൂമിയിൽ ഏറ്റവും അരക്ഷിതനായ ജീവി പുരുഷനാണ്. ഈ ഭൂമിയിൽ പുരുഷൻ്റെ അത്ര അരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജീവി വേറെയില്ല. ഒരു സമയം കഴിഞ്ഞാൽ അയാളെ പിന്നെ ആർക്കും വേണ്ട. എന്നിട്ടൊരു ഉദാഹരണം പറയാ. കഥ അവസാനിക്കുമ്പോൾ എഴുതിയ വരി ഇങ്ങനെയാ: മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി. മുല്ലയുള്ള സമയത്ത് ആ മുല്ലച്ചെടിയെ എല്ലാവർക്കും വേണം, മുല്ലവള്ളിയെ എല്ലാവർക്കും വേണം. അതിൻ്റെ താഴെ കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടാവും. എല്ലാവരും ആ മുല്ലവള്ളിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറ്റിമുല്ലയുടെ ചെടി ഒരു ചൂലായി മാറുന്നത് പോലെ വീടിൻ്റെ ഉമ്മറത്തിലെവിടെയോ ഉമ്മറപ്പടിയിലെവിടെയോ കുറ്റിമുല്ലയുടെ ചെടി ചൂലായി മാറിയതുപോലെ അച്ഛനിരിക്കുന്നു. അയാൾ ആർക്കും വേണ്ട. കാരണം അയാൾ എല്ലാവരുടെയും സങ്കടങ്ങൾ പരിഹരിക്കേണ്ട ആളാണ്. അയാളുടെ സങ്കടങ്ങൾ ആര് പരിഹരിക്കും? ഇപ്പോൾ ഇവിടെ എത്രയേറെ പുരുഷന്മാരിയ്ക്കുന്നുണ്ടല്ലോ, സ്റ്റേജിലും ഇവിടെയൊക്കെ. ഇപ്പം നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം അനുഭവിക്കുന്ന ഒരു സങ്കടം എന്താണ് എന്ന് വെറുതെ ചെന്നിങ്ങനെ ചോദിച്ചു നോക്കൂ. എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളിൽ, ഇപ്പം ഉള്ളിലുണ്ടാവും. മിക്കവാറും അത് അയാളുടേതാകൂല. ഒന്നുകിൽ ജ്യേഷ്ഠൻ്റെ മോൻ്റെതായിരിക്കും, അല്ലെങ്കിൽ അളിയൻ്റേതായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കുട്ടിയുടേതായിരിക്കും, അല്ലെങ്കിൽ അളിയൻ്റെ മോൻ്റെതായിരിക്കും, അല്ലെങ്കിൽ പെങ്ങളുടേതായിരിക്കും. അതായിരിക്കില്ല. സ്വന്തം കാര്യം മിക്കവാറും
ആയിരിക്കില്ല. നമ്മുടെ ഇന്ന് ക്രിസ്തുമസ് ആണല്ലോ. നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ മിക്കവാറും ആളുകൾ അച്ഛനെ വിളിപ്പിച്ചു. അങ്ങനെയാണ് ഈ ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്ന് കിട്ടിയത്. പച്ച നിറത്തിലുള്ള ചെടിക്ക് പേരെന്താണ്? കമ്മ്യൂണിസ്റ്റ് അപ്പ. കാരണം ജീവിതം പഠിക്കാനിറങ്ങുന്ന എല്ലാ തെരുവിലും നമ്മളിങ്ങനെ ഒറ്റക്കായി പോകും. അതയാൾ മാർക്സ് എന്ന് പറഞ്ഞൊരു വലിയ എഴുത്തുകാരനുണ്ട്, നോവലിസ്റ്റാണ്, ഇപ്പോഴും ഇപ്പം എല്ലാം തോന്നുന്നുണ്ട് ആൾ. അദ്ദേഹം പറയുന്നുണ്ട്, അയാളുടെ വാപ്പ മരിക്കുമ്പോഴാണ് അയാൾ വൃദ്ധനാകാൻ തുടങ്ങുക. അയാളുടെ വാപ്പനെ പോലെ ആകാൻ തുടങ്ങുമ്പോഴാണ് അയാളൊരു മുതിർന്ന മനുഷ്യനാകാൻ തുടങ്ങുക. വെള്ളയൊക്കെ എടുത്തിങ്ങനെ വാപ്പയെ പോലെ നടക്കാൻ തുടങ്ങും. വാപ്പ ഇരുന്നതുപോലെ, വാപ്പ നടന്നതുപോലെ, വാപ്പ സംസാരിച്ചതുപോലെ, വാപ്പ ഉടുത്തതുപോലെ അയാളിങ്ങനെ വാപ്പയെ പോലെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വൃദ്ധനാകാനും മുതിരാനും തുടങ്ങുക എന്ന് പറയും. അപ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇത്രയേറെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു സ്ത്രീ അവളുടെ ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ എന്തൊക്കെയാണ് ഒരു ആയുസ്സിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അവൾക്ക് വേണ്ടിയാണോ അത്? അവൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ടല്ലേ. ഒരു 12-13 വയസ്സ് മുതൽ 50-55 വയസ്സിൽ മെനോപ്പോസ് ആകുന്നത് വരെ ഒരു പെണ്ണ് സംഘർഷങ്ങളും എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മാസവും അവൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും മൂഡ് സ്വിങ്സും എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. അവൾ വന്നിട്ടൊരു മാസം പറയാ, എനിക്കെന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് പറയണത് എന്തിനാ? വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ? ആണോ? അതിനാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ പോരെ. ഇതെന്തിനായിരിക്കും നമ്മളോട് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ അല്ല കേട്ടോ ഈ ആഴ്ച. കഴിഞ്ഞ ആഴ്ച പെരുമാറിയതല്ല. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കാരണം ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും. ഇതാണ് കാരുണ്യം. ഏതെങ്കിലും അവസ്ഥകളിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ ഇങ്ങനെയല്ല മനുഷ്യരുണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇയാൾ ഇങ്ങനെയാകുന്നതിൻ്റെ പേരാണ് കാരുണ്യം. കാരുണ്യമാണ് മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നത്. നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊരു കുടുംബത്തിന് ആധാരമായി തീർന്ന ഒരു മനുഷ്യനുണ്ടാവും അല്ലേ? ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ആധാരമായി തീർന്ന ഒരു മനുഷ്യനുണ്ടാവും. കുറേ മനുഷ്യരുണ്ടാവും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കൂടിച്ചേരലൊക്കെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഇല്ലാത്ത ആളുകൾ, ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ വലിയ ആത്മാഭിമാനം പുലർത്തിയ മനുഷ്യരുണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇത്. ഒരു കവിതയുണ്ട്, അതിങ്ങനെയാ: നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമ്മനിട്ടയുടെ കവിതയാണത്. ആ വരി മാത്രം ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. താങ്ക് യു.